രാവിലെ 6 മണിക്ക് ഭർത്താവ് പണി സൈറ്റിലേക്ക് പോവണമെങ്കിൽ ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വണ്ടി 5 മണിക്ക് സ്റ്റാർട്ട് ആവണം. വേണ്ടേ? മരണ വണ്ടി അത് 5 മണിക്ക് സ്റ്റാർട്ടായാൽ എണ്ണയിട്ട യന്ത്രം പോലെ കറങ്ങാണ്, ഫുള്ള് കറങ്ങാണ്. രാത്രി 10:30 മണിക്കാണ് പിന്നെ ആ വണ്ടി ഓഫ് ആകുക. ഇവിടെ മദ്രസ ഉസ്താദേ 6:30. 6 മണിക്ക് ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കണം. 6:30 മണിക്ക് 1ാമത്തെ ബാച്ച് മദ്രസയിലേക്ക് വരണം. അത് കഴിയുമ്പോഴേക്ക് 7:30 മണിക്ക് 2ാം ബാച്ച് വരണം. വരണ്ടേ? ഈ 2ാം ബാച്ച് 7:30 മണിക്ക് വരുമ്പോഴേക്ക് 1ാം ബാച്ച് തിരിച്ചു സ്കൂളിലേക്ക് പോവാൻ വീട്ടിക്ക് തിരിച്ചെത്തി. അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോഴേക്ക് 2ാം ബാച്ച് സ്കൂളിലേക്ക് പോവാൻ പോയി. ഇത് കഴിയുമ്പോഴേക്ക് അലക്കണം, തുടക്കണം, കുളിക്കണം, പേരന്റെ ഉള്ളത്തെ പണി മുഴുവൻ തീർക്കണം. ഇതൊക്കെ പാടെ കഴിഞ്ഞ് പേരന്റെ ഉള്ളിലെത്തുമ്പോ ലുഹറും അസറും ഒരു നിസ്കാര കുപ്പായത്തിലാ. നിങ്ങളെ പേരിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? എന്റെ പേരീത്ത ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളെ പേരിലും അങ്ങനെ തന്നെയല്ലേ? ലുഹുർ അസർ ഒരു നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അസറിന് വന്നിട്ടുണ്ടാവില്ല, ലുഹുറാണ് പോയിട്ടുണ്ടാവില്ല. 2 റക്അത്ത് കഴിയുമ്പോൾ അസറിന്റെ വാങ്ങ് കൊടുക്കും. ലുഹുർ അതായി കിട്ടിയിട്ടുണ്ടാവും. അസറും കൂടി കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം കഴിച്ചിടുക. ഇത്ര കഷ്ടപ്പെട്ട് വീടിന്റെ അകത്തളത്തിൽ ഈ ഉമ്മ എരിപിരി സഞ്ചാരം കൊള്ളാണ്. നമ്മള് ചോദിക്കും എന്താ പനക്ക് ഇവിടെ പണി, എന്താ പണി എന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം ആ അടുക്കളയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു ഒഴിവ് എന്ന് പറയുന്ന സാധനം ആ സാധുക്കൾക്ക് ഉണ്ടാവില്ല. ഒരു ദിവസം ശരാശരി ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു ഉമ്മ വീടിന്റെ ഉള്ളിൽ 25 കിലോമീറ്റർ നടക്കുന്നുണ്ടെന്നാ. 25 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ ഉള്ളിൽ ഈ സാധുക്കൾ നടക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രമേൽ കഷ്ടപ്പെടുന്നത്? ബാപ്പിമ്മയും പേരന്റെ ഉള്ളില് എന്തിനാ കഷ്ടപ്പെടുന്നത്? എന്തിനാ നമ്മളെ ജീവിതം തുറച്ച് നമ്മൾ ഗൾഫിലേക്ക് പോയത്? ഒരു ഉത്തരം പറഞ്ഞേ നിങ്ങള്. ഞാൻ ഉത്തരം കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ പറയും കുടുംബം പോറ്റാൻ അല്ലേ? അല്ലേ? കുടുംബം എന്ന് പറഞ്ഞാല് അവനാന്റെ മക്കള് നന്നാവാൻ. അൽഹംദുലില്ലാഹ്. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയത്. നമ്മൾ പലപ്പോഴും പറയും നമ്മള് സുഖമായിട്ട് ജീവിക്കാനാണ്, നമ്മളെ സുഖത്തിനാണെങ്കിൽ നമ്മൾ ഗൾഫിൽ പോവോ? കാരണം നമ്മുടെ ജീവിതത്തിന്റെ പല അസുലഭ നിമിഷങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഗൾഫിക്ക് പോണത്. ഉമ്മാര് പേരന്റെ ഉള്ളിൽ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് പിന്നെ ഭർത്താവിന്റെ ബെഡിലേക്ക് ഒന്ന് വന്നാൽ കടന്നുറങ്ങിയാൽ മതിയാവുന്നുള്ള ചിന്തയാണ്, വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിനല്ല. പ്രവാസിയായ ആള് കരിപ്പൂരി എയർപോർട്ടിൽ പോയിട്ട് ബോർഡിംഗ് പാസ് എടുത്തിട്ട് വിമാനത്തിന് വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിക്കുന്ന രംഗം അല്ലേ, കാത്തിരുന്നവരുണ്ടാവും. ഇവിടെ നമ്മളെ മക്കളെ മുഖം നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ആ പാസ്പോർട്ട് അവിടുന്ന് വലിച്ചു കീറിയിട്ട് കുപ്പത്തൊട്ടി കിട്ടാണ്ട് കരിപ്പൂരിന്ന് കൽപ്പകഞ്ചേരിക്ക് നടക്കും. നമ്മള് വണ്ടിയും കൂടി വേണ്ടി വരില്ല. ഈ പ്രയാസം സഹിച്ച് ഗൾഫിലേക്ക് പോയത്, ഈ ദുനിയാവിൽ അധ്വാനിക്കുന്നത്, സമയമില്ലാതെ ഓടുകയാണ്. നമ്മളെ കുടുംബങ്ങളെ കാണാൻ പോലും നമുക്ക് നേരല്ല, ഓടുകയാണ്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. അല്ലേ? അല്ലേ? ഉമ്മാരൊന്ന് ആലോചിച്ച് നോക്കാണ്. പേരന്റെ ഉള്ളിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ സഹിച്ച ത്യാഗം എത്ര നിങ്ങൾക്കറിയോ? നമ്മൾ ചിന്തിക്കണം. ഒരു കുട്ടിയെ ഉമ്മ ഗർഭിണിയാകുമ്പോ, ഞാൻ തമാശക്ക് പറയലുണ്ട്, ആദ്യമായിട്ട് ഗർഭിണിയാകുമ്പോ ആശുപത്രിക്ക് പോവുക, ഭർത്താവും ഭാര്യയും പാടെ ഭയങ്കര സന്തോഷത്തിലാ പോവുക. കാരണം ആദ്യമായിട്ട് ഗർഭിണിയായതാണ്. അവിടെ ചെന്ന് സ്കാനിങ്ങും ആ മൂത്രവും രക്തമൊക്കെ പാടെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. തിരിച്ചൊരു വരവ് വൈക്കോലുണ്ട തലയിൽ എത്തിയ മര്യ വരിക. പിന്നെ അനങ്ങാൻ പാടില്ല, ബെഡ് റെസ്റ്റ് ആണ്. എന്തെല്ലാം പ്രശ്നങ്ങള്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റും ഉമ്മാക്ക്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. നല്ല നാടൻ ചോറും മത്തിക്കറി ഭയങ്കര ഇഷ്ടേനി ഉമ്മാക്ക്. ഗർഭിണിയായാൽ മത്തി പെരീക്കല്ല വളപ്പ് കടിപ്പിക്കാൻ പറ്റൂല.
അല്ലേ? ഛർദിച്ചിട്ടേ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഈ കുട്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെ ഞാൻ വർജിക്കേണ്ടി വരുന്നത്. മലന്നടക്കാൻ പറ്റൂല, ചെരിഞ്ഞടക്കാൻ പറ്റൂല. എന്തിനേറെ പറയുന്നു, അമർന്നൊന്ന് ബാത്റൂമിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ ഉമ്മയുടെ ശരീരത്തിൽ എത്രയോ ഞരമ്പുകൾ പൊട്ടിയിട്ടാണ് 50-ൽ പരം വരുന്ന ഞരമ്പുകൾ പൊട്ടിയിട്ടാണത്രേ ഓരോ കുട്ടിയും പുറം ലോകം കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവായാൽ അതിന്റെ വേദന എത്രയാണ്? എന്നാൽ ഈ ഉമ്മമാർ ഇത്രമേൽ വേദന, അസഹ്യമായ വേദന സഹിച്ച് ഓരോ കുഞ്ഞിനെയും പ്രസവിക്കുക. ഇനി പ്രസവിച്ച് കഴിഞ്ഞാലോ, എന്റെ കേക്കമ്പാത്തുകൊക്കെ പറയലുണ്ട്, 4-ാം വയസ്സിലെ നട്ടപ്പിരാന്തും 3-ാം വയസ്സിലെ മൂച്ചിപ്പിരാന്തും. അല്ലേ? അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുക്കളയ്ക്ക് മൂത്രമൊഴിക്കണ ഒരു കാലം, നട്ടപ്പിരാന്തേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. സമയം ഉണ്ടാവില്ല, ചുരുക്കണേ ആ ഭാഗം. ഇത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രവാസ ജീവിതം, ഈ ദുനിയാവിലെ വെയിലും ചൂടും മഴയും സഹിച്ച് തന്റെ ജീവിതത്തിന്റെ സുഖം മറന്ന്, അങ്ങനെ വിലയിരുത്തണം. ഓരോ പിതാവും തന്റെ ജീവിതത്തിന്റെ സുഖം മറന്ന്, തന്റെ ശരീരത്തിന്റെ സൗഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. ഓരോ മാതാവും തന്റെ കുട്ടികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇനിയൊരു ചോദ്യം കൂടി എന്റെ അടുത്ത് ബാക്കിയുണ്ട്. ഇങ്ങനെയൊക്കെ സഹിച്ച്, ഇങ്ങനെയൊക്കെ പ്രയാസം സഹിച്ച്, പ്രതിസന്ധി സഹിച്ച് ഈ മക്കളെ എന്തിനാ നമ്മൾ പോറ്റി വളർത്തുന്നത്? അതും കൂടി പറഞ്ഞാണി. എന്തിനാണ്? മർക്ക് മറുപടി ഉണ്ടാവുകയാവല്ലേ അവിടുന്ന്? മരൊന്ന് പറഞ്ഞുതരുമോ? നിങ്ങൾ എന്തിനായി ഇടങ്ങേറൊക്കെ സഹിച്ച് ഈ മക്കളെ പോറ്റി വളർത്തുന്നത്? എന്തിനാണ്? നമ്മള് വയസ്സാം കാലത്ത് ഒരു കടക്കുമ്പുറത്ത് കടക്കുമ്പോ ഒരു ഇറുക്ക് വെള്ളം ഓലേക്കൊന്ന് കിട്ടണം. ഇതല്ലേ ഇപ്പൊ പറയാനുള്ളത്? അല്ലേ? ഒരു മുറുക്ക് വെള്ളം കിട്ടണം, അല്ലേ? അതിനെന്നെയാണോ? ആണോ? മറുപടി പറയണ്ടാവും, പറയണ്ടാവും ഉള്ളില്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ആകെ തുക പറഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടണ്ടേ? അപ്പൊ എനിക്കൊരു ചോദ്യം പിന്നെയും ബാക്കിയാകുകയാണ്. ഈ കാലഘട്ടത്തിൽ 95% കുട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടോ? 95% കുട്ടികളെ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉമ്മാക്കും ബാപ്പാർക്കും ഉപകാരം ഉണ്ടോ? ഇല്ല. ഉറപ്പല്ലേ? ഇനി ഇത് മാറ്റി പറയാൻ പറ്റൂല കേട്ടോ. ഉറപ്പല്ലേ? അല്ലേ? എന്നാ ഞാൻ അടുത്ത ചോദ്യം. ഞമ്മളൊക്കെ വളർത്തിയത് ഒരു ഉമ്മയും ബാപ്പയല്ലേ? ഞമ്മളൊക്കെ വളർത്തിയത്, ഞമ്മളമ്മാർക്കും ബാപ്പാർക്കും ഞമ്മളെ കൊണ്ട് ഉപകാരം കിട്ടിയോ? ഇല്ലേ? കിട്ടിയിട്ടുണ്ട്. ഒരു വിധമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ഒരു 40-50 കഴിഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ അവരുടെ ഉമ്മാർക്കും ബാപ്പാർക്കും ഉപകാരം കിട്ടിയിട്ടുണ്ട്, അല്ലേ? ശരിയല്ലേ? ഇനി ഒരു കാര്യം വിലയിരുത്തിക്കൊള്ളിട്ടോ. ഇവിടെ കൃത്യമായി ഞാൻ പറയുന്നത് ശരിയല്ലേ നോക്കി. ഞമ്മളമ്മയും ബാപ്പയും സ്കൂളിൽ പോയി പഠിച്ചിരുന്നോ? മദ്രസ പോയി പഠിച്ചിരുന്നോ? ഇല്ല. എന്നിട്ടും നമ്മളെ വളർത്തിയിട്ട് നമ്മളെ കൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? എന്നാ ഇന്നത്തെ അമ്മയും ബാപ്പി സ്കൂളും പോയിക്കണ്, മദ്രസിലും പോയിക്കണ്, വളർത്തിയ കുട്ടികളെ കൊണ്ട് ഉപകാരം ഇല്ല. അപ്പൊ ആരെടുത്ത പ്രശ്നം? നിങ്ങൾ പറയും. ഇപ്പൊ ആരെടുത്ത പ്രശ്നം? കുട്ടികളെ ഞാൻ പറയണേ. ഒന്ന്, നമുക്ക് സംഭവിച്ച അപജയത്തിന്റെ ഒരു കാരണം പ്രശ്നം മാരത്താണ് പരത്താന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാരണം പൂർവീകന്മാരായ ആളുകൾ നമുക്ക്
കൈമാറി തന്ന ഒരു തർബിയത്ത് നഷ്ടപ്പെടുത്തി. എന്താണെന്നറിയോ? നിങ്ങളിപ്പോ ഈ മഹല്ല് സംഗമത്തിന് വന്നിരിക്കുന്നുണ്ടല്ലോ, ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഒപ്പാരും ഏകദേശം വെള്ളിയാഴ്ച ഒരു 11:30 മണിയാകുമ്പോ പള്ളി പോണ ആൾക്കാരല്ലേ? നിങ്ങളെ വരുന്ന ആൾക്കാരല്ലേ? ഇവരൊക്കെ ഏകദേശം 11:30 മണിയാകുമ്പോ അല്ലേ? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ആൾക്കാര് അൽക്കഫ് ഓതൂലേ? ഒരു റമദാൻ വന്നാൽ തറാവീഹ് പള്ളിയിൽ പോയി നിസ്കരിച്ചാലേ പൂർത്തിയാകുള്ളൂ എന്നാ നമ്മളൊക്കെ മനസ്സിൽ അല്ലേ? കൊറോണ വന്നപ്പോ പെരയിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ച് ജമാഅത്തായി നിസ്കരിച്ചാലും തറാവീഹ് കൂലിട്ടു. പള്ളി പോയ ഇത്തികാഫിന്റെ കൂലിയും പള്ളി പോയ കൂലി ഒഴിവാകുള്ളൂ. എന്നിട്ടും നമ്മൾ തറാവീഹ് നഷ്ടപ്പെട്ടല്ലോ എന്നാ പറഞ്ഞത്. എന്താ കാരണം? പള്ളിയിൽ പോയാലേ തറാവീഹ് കിട്ടുള്ളൂ എന്നാ നമ്മൾ എഴുതിയത്. എവിടുന്ന ഈ ചിന്ത ഉണ്ടായത്? ഈ ചിന്ത എവിടുന്ന ഉണ്ടായത്? മൂല്യന്മാര് വയലാറിട്ടുണ്ടായതാ? അല്ല, ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങളാര് ഇവിടെ മജ്ലിസുന്നൂറിനൊക്കെ ഇഷ്ടം പോലെ അല്ലേ? ദിക്ർ സ്വലാത്ത് വയലിനൊക്കെ നേരത്തെ ഇവിടെ സെക്രട്ടറി പ്രസംഗിക്കണ ഞാൻ കേട്ടു, റമദാൻ പ്രഭാഷണത്തെ കുറിച്ച് അല്ലേ? റമദാൻ ക്ലാസ്സുകളൊക്കെ പണ്ട് കാലത്ത് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നെ വയലിനുണ്ടായിരുന്നത് എങ്ങനെ അറിയോ? തനക്കിണിയും പുതപ്പൊക്കെ എടുത്തിട്ട് അല്ലേ, വായൊക്കെ എടുത്തിട്ട് വയലിനുണ്ടോ കടന്നുറങ്ങാൻ പോകല്ല. ചെറിയ കുട്ടികളെ അവിടെ കൊണ്ടുപോയി കിടത്തി ഉറക്കണം. ഇങ്ങനെ വയലിന് പോയി ശീലിച്ച ആളുകളാണ് ഇപ്പൊ ഈ മജ്ലിസുന്നൂറിനൊക്കെ വരുന്നത്. ഞമ്മള് പള്ളിക്ക് 11 മണിക്ക് എങ്ങനെ പോയതറിയോ? മൂല്യന്മാര് വയലിറിട്ട് പോയതല്ല. ഞമ്മളെ ബാപ്പ സ്കൂൾ ഒഴിവുള്ള ദിവസം ഞമ്മളെ കയ്യും പിടിച്ചിട്ട് 11 മണിയാവുമ്പോ പള്ളിക്കൊക്കെ കൊണ്ടേയിട്ടില്ലേ? ഒന്നാമത്തെ സൊഫിലിരുത്തിയില്ലേ? ജുമാ കഴിഞ്ഞിട്ട് ഖത്തീബിന്റെ കൈ മുസാഫത്ത് ചെയ്യിച്ചോ? എന്നിട്ട് ബാപ്പാന്റെ കബറിനെ കൊണ്ടേ ദ്വാരിപ്പിച്ചോ? പരിശുദ്ധമായ റമദാൻ വരുമ്പോ നോമ്പ് തുറന്നിട്ട് കടന്നുറങ്ങണ ഞമ്മളെ വിളിച്ചുണർത്തിയിട്ട് ബാപ്പ പള്ളിയൊക്കെ കൊണ്ടുപോകും. ഞമ്മള് തറാവി 20 നിസ്കരിക്കൂല. ചായ ചെറിയ മെരുമ്പടിന്റെ കൊലായിൽ പോയിട്ട് നമ്മൾ കടന്നുറങ്ങാനേക്കാരം. എന്നാലും നമ്മളെ പള്ളിയെ കൊണ്ടുപോയിട്ടില്ലേ? ഇനിയോ ഈ ഇരിക്കണ അമ്മാരൊക്കെ ഓലമ്മാര് ഞാനീ പറഞ്ഞ മാതിരി പാതിരാ വയലുകൾക്ക് പുതപ്പും പായിരുത്തുകാണ്ട് കൊണ്ടുപോയി ശീലിപ്പിച്ചതാ. അങ്ങനെ ശീലിച്ച ശീലമാണ് നമ്മളെ ഇന്നും 11 മണിയാവുമ്പോ പള്ളിയിലേക്കും നമ്മുടെ പിതാവിന്റെ ഖബറിലേക്കും കൊണ്ടുപോയത്. ഇനിയൊരു ചോദ്യം ഉണ്ടെന്തറിയോ? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂള് വിട്ടിട്ട് നമ്മളെ കുട്ടി പീഡിയക്കൊലയമ കുത്തിരിക്കുകയാണ്. നമ്മൾ ഓന്റെ മുമ്പ് കൂടെ പള്ളിക്കൊക്കെ പോയി. നമ്മളെ കുട്ടീന്റെ മുമ്പ് കൂടെ ഓഞ്ഞ കണ്ടാല് വല്ലതും ഓൻ കരുതോന്ന് എഴുതിങ്ങാണ്ട് ഓനെ കാണാതെ അപ്പുറത്തു കൂടെ നമ്മള് പോയത് അല്ലേ? എത്ര കുട്ടികളെ കയ്യും പിടിച്ച് നമ്മൾ പള്ളിയേക്ക് പോയിക്കണ്? എത്ര തറാവീന് നമ്മളെ കുട്ടികളെ കയ്യും പിടിച്ച് നമ്മൾ കൊണ്ടേക്കണ്? എത്ര മജ്ലിസുന്നൂറിന് നമ്മളെ കുട്ടികളെ കയ്യും പിടിച്ചിട്ട് പള്ളിയേക്ക് പോയിക്കണ്, മദ്രസ കൊണ്ടേക്കണ്? മജ്ലിസുന്നൂറിന്റെ അന്ന് കുട്ടിക്ക് എന്താണ് കാരണം? ട്യൂഷനിൽ പ്രത്യേകിച്ച് ഒരു പരീക്ഷയാണ്. ചെറിയ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് റമദാൻ വയലിന് നിലത്ത് വിരിച്ചിട്ട് കിടത്തിയുറക്കിയ അമ്മാരെ കുട്ടികള്, ആ കുട്ടികള് സ്വന്തം കുട്ടികളെ പരീക്ഷന്റെ പേരും പറഞ്ഞ് പേരന്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ട് മജ്ലിസുന്നൂറിന് പോരും. ഓൽക്ക് പണി പഠിക്കലാണോ? അല്ല, ഓൽക്ക് മൊബൈൽ കളിക്കലാ പണി. അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഉമ്മയും ബാപ്പയും. ഈ കുട്ടികളും നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? നിങ്ങൾ പറയും, നമ്മളെ കുട്ടികൾ എപ്പോഴാ പള്ളിയിൽ വരിക? സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ പേര് തുടങ്ങുമ്പോ. സ്കൂളിൽ നിന്ന് നേരത്തെ പോന്നിട്ട് പീഡിയക്കൊലയമ കുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ബാപ്പ ഇന്ന് എപ്പോഴാണ് ഈ പള്ളിയിൽ പോയത്, പള്ളിയിൽ കയറിയത് ചോദിക്കലുണ്ടോ? ചോദിക്കാൻ പേടിയാണ്. അവിടെയാണ് ബാപ്പയുടെ പരാജയം തുടങ്ങിയത്. അവിടെയാണ് ഉമ്മയല്ലാതെ ആയത്. ഞാൻ പണ്ട് കിതാബ് ഓതിയ കാലത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിച്ചപ്പോ ഒരു ഹദീസ് പഠിച്ചിരുന്നു. എന്താണെന്നറിയോ? ആ ഹദീസ് പറയുന്നത് യജമാനന്മാരെ പ്രസവിക്കുന്ന ഉമ്മമാരുണ്ടാവുന്ന കാലം ഖിയാമത്ത് നാളിന്റെ അടയാള. മനസ്സിലായില്ലേ? യജമാനന്മാരെ
മനസ്സിലായി നിങ്ങൾക്ക്? മുതലാളിമാരെ പ്രസവിക്കുന്ന അടിമകളുടെ കാലം. ആ കാലത്തല്ലേ നമ്മളുള്ളത് അല്ലേ? ഇന്ന് പെരിയിലെ യജമാനനാരാ? കുട്ടികളല്ലേ? ബാപ്പിമ്യാണോ? അല്ല, കുട്ടികളാണെന്ന് യജമാനന്മാർ. ഒരു പരിണിങ്ങനെ ആടുകയാണ് നമ്മള്. ആലോചിച്ചു, കുട്ടികൾക്ക് കൊടുക്കേണ്ട വീടിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കേണ്ട കൃത്യമായ തർബിയത്ത്, കൃത്യമായ സ്നേഹം, കൃത്യമായ പരിചരണം, കൃത്യമായ കെയറിംഗ്, കൃത്യമായി ഏത് രൂപത്തിൽ മക്കളെ പോറ്റി വളർത്തണമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് ഇന്ന് ബാപ്പയും ഉമ്മയും വിദൂരത്തായിട്ടുണ്ട്. ബാപ്പാന്റെയും ഉമ്മാന്റെയും മൂല്യം ഇന്ന് പേരന്റെ ഉള്ളത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കേട്ട ഒരു വാർത്തയുടെ മൂല്യത്തിലേക്ക് കടന്നാ മതി. ബാപ്പിമ്മി നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് ചിന്തിക്ക്. കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാർത്ത കേട്ടു. 9ാം ക്ലാസ്സുകാരൻ 12 പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തിയിട്ട് തന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ട് ആ 12 കുട്ടികളെയും ഉപയോഗപ്പെടുത്തി. ഒരു പെൺകുട്ടി മാത്രം പുറത്ത് പറഞ്ഞപ്പോ ഇതറിഞ്ഞു. ഇതിനെന്തത്ര അത്ഭുതം എന്നല്ലേ? ആ ഉമ്മയുടെ ഏറ്റവും വലിയ പരാജയമാണത്. ആ ബാപ്പാന്റെ പരാജയമാണത്. എങ്ങനെയെന്നല്ലേ? ഒന്ന് ചിന്തിക്കും. 9ാം ക്ലാസ്സുകാരൻ 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്ത് അടിമപ്പെടുത്തുക, ഫ്രീ ആയിട്ട് കൊടുക്കുക. ദിവസങ്ങളോളം, മാസങ്ങളോളം, 1-2 ദിവസമല്ല, മാസങ്ങളോളം കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതിന് അടിമപ്പെട്ടപ്പോ പൈസ കൊടുക്കാനില്ല, എന്നാ ശരീരം കൊണ്ടാ ശരീരം വിൽപ്പന നടത്തി. ബാപ്പിയും കരുതിയത് എന്റെ കുട്ടി മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് റീ അഡിഷൻ സെന്ററിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ശരീരയും വിൽപ്പന നടത്തിയത് ബാപ്പയും ഉമ്മയും തിരിച്ചറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോ 4 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആ കുട്ടിയുടെ മുഖഭാവം ഉമ്മ കണ്ടിരുന്നെങ്കിൽ ആ കുട്ടി കഞ്ചാവ് വലിച്ച തിരിച്ചറിയില്ലേ? അറിയില്ലേ? ആ കുട്ടിയുടെ മുഖഭാവം നോക്കാൻ പോലും വീടിന്റെ അകത്തളത്തിൽ മക്ക് നേരല്ല. കുട്ടി വരുമ്പോ ഞമ്മക്ക് ദിമല പണി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾ സ്കൂൾ തരുന്ന സമയമാകുമ്പോൾ ളുഹുറും അസറും കഴിഞ്ഞിട്ട് കുറച്ചേരം ഒന്ന് വെറുതെ ഇരിക്കാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഞമ്മക്ക് യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ? 2 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഓൺലൈൻ ക്ലാസ് സംവിധാനം ഉണ്ടാക്കി, സമസ്ത ഉണ്ടാക്കി, സർക്കാർ ഉണ്ടാക്കി. അമ്പേ പരാജയപ്പെട്ടു. എന്താ കാരണം? നിങ്ങൾ പറയും. എന്താ ഓൺലൈൻ ക്ലാസ്? നമ്മളൊക്കെ പരീക്ഷണത്തിന്റെ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ്. സർക്കാരും സമസ്തയും പരീക്ഷിച്ചു. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് നമ്മൾ പരീക്ഷിച്ചു. ഒരു സയന്റിസ്റ്റ് ആവൽ എങ്ങനെയെന്ന്. ഇന്ന് നമ്മളെ മുമ്പിലിരിക്കുന്ന അമ്മാരെ കണ്ടല്ലോ, സയന്റിസ്റ്റുകളാണ്. നമ്മൾ ഈ കാണും പോലൊന്നല്ല, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയ ആൾക്കാരാ ഓലൊക്കെ. ഇങ്ങനെയെന്നറിയില്ലേ? നിങ്ങൾ അത്ഭുതപ്പെടാനല്ലേ ശാസ്ത്രജ്ഞന്മാരി പറഞ്ഞപ്പോ? ഓലൊക്കെ ശാസ്ത്രജ്ഞകളാണ്. നമ്മൾ സ്കൂളിലെ ജൈവശാസ്ത്രം പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിലും കരയിലും, ജീവശാസ്ത്രത്തിൽ പറയുന്നു, വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവികൾ, അവർക്ക് പറയുന്ന പേര് ഉഭയജീവി. തവളയെ പോലുള്ളത് അല്ലേ? പഠിച്ചില്ലേ? എന്നാ ഉഭയസസ്യത്തെ കുറിച്ച് നമ്മൾ എവിടെയും പഠിച്ചിരുന്നോ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയസസ്യത്തെ കുറിച്ച് എവിടെയും പഠിച്ചിരിക്കണോ? ഇല്ല. അത് കണ്ടെത്തിയത് 2021 കൊറോണ വന്നപ്പോഴാ. മനസ്സിലായില്ലേ? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയസസ്യമാകുന്നു മണി പ്ലാന്റ്. ഇതെവിടുന്നേ കണ്ടുപിടിച്ച്? കൊറോണ വന്നപ്പോ അമ്മാരെ കണ്ടെത്തലായിരുന്നു ഇതൊക്കെ. ഓൺലൈൻ ക്ലാസ് കൃത്യമായി വീട്ടിൽ നടന്നോന്നറിയാന് ആ പേരന്റെ മുറ്റത്തേക്ക് ചെന്നാ മതി. ഒരു വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും
ഇവിടെ 50% ഓൺലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. ഇവര് കണ്ണു കൂക്കണം, എന്താ ഇയാളീ പറയണത്? ഡൈനിങ് ഹാളിൽ കയറിയാൽ മനസ്സിലാവും 75% ഓൺലൈൻ ക്ലാസ്സും ഇവിടെ നടന്നിട്ടുണ്ട്. അടുക്കളയിൽ ചെന്നാ മനസ്സിലാവും 100% ഓൺലൈൻ ക്ലാസ്സും നടന്നിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? മുറ്റത്ത് ചെല്ലുമ്പോ കാണാ ഇമ്മരപ്പടിമലൊക്കെ എംസാനും സിമെന്റും കൂട്ടിക്കുവച്ച ചെടിച്ചട്ടിയാള്. അപ്പൊ മനസ്സിലാവും ഇവിടെ 50% ഓൺലൈൻ ക്ലാസ്സും നടന്നിക്കണ്. ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോ കാണാൻ റോട്ടിൽ കിടക്കണ കള്ളും കുപ്പിയാള് മുഴുവൻ പെയിന്റ് അടിച്ചു വെച്ചിക്കണ് ഷോക്കേസിന്റെ ഉള്ളില്. അപ്പൊ മനസ്സിലാവും 75% നടന്നിക്കണ്. അടുക്കളയിൽ ചെല്ലുമ്പോ കേക്ക് ഉണ്ടാക്കണ മെഷീനും കൂടി ഉണ്ടോ? 100% നടന്നിക്കണ്. ഏതോ ഇത്താത്ത ഫ്രിഡ്ജില് തക്കാളി ചെയ്യാതെ വെക്കണ നോക്കിയടക്കായിരുന്നു ബല പണി. കുട്ടികൾക്ക് പഠിപ്പിക്കലല്ല. ഇതാണ് നമ്മുടെ അമ്മാരെ സിസ്റ്റം. ഉമ്മ ഉമ്മയാവണം, ബാപ്പ ബാപ്പയാവണം. നമ്മളാകെ പഠിച്ച പാട്ട് എന്താണെന്നറിയോ? നമ്മളാകെ പഠിച്ച പാട്ട് ഇന്നലെ ഉസ്താദ് വയലറിനെ കേട്ടില്ലേ? കുട്ടികൾ കച്ചറ വെച്ചുമ്പളേ കുട്ടികള് അപ്പുറത്തെ പെൺകുട്ടികള് ആ വളണ്ടിയേഴ്സ് ഒന്ന് സൈലന്റ് ആയിട്ടോ. കുട്ടികളെ നമ്മള് കച്ചറ കളിക്കുമ്പോ ഇമ്മ ആകെ പഠിച്ച പാട്ടെന്താന്നറിയോ? എനിക്കറിയില്ലേ? ഇന്നലെ ഉസ്താദ് വയലറിന് ഇഞ്ച കാലിന്റെ സ്വർഗം മര്യാദിക്കുന്നുണ്ട്. ബാപ്പ സ്വർഗത്തിന്റെ നടുത്ത വാതില മര്യാദിക്കറന്നുണ്ട്. ഇതേ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളൂ. എന്താ അമ്മാന്റെ കാലിന്റെ ഒട്ടത്ത് സ്വർഗം എന്നറിയങ്ങൾക്ക്? ഞമ്മള് അർത്ഥം വെച്ചു കൊടുത്തില്ല പേവാ. ഞമ്മള് കണക്കൂട്ടിയത് ഉമ്മാന്റെ കാലിന്റെ തൊട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മാന്തി നോക്കിയാൽ സ്വർഗം കിട്ടുന്ന. കുട്ടികളോട് പറഞ്ഞ കൈക്കോട്ടും പിക്കാസിയായിട്ട് വരുമ്പോ ഒന്ന് മാറിക്ക് ഞാൻ കളച്ചോക്കട്ടെ അറി. ഇതാ കാലം. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലെ സ്വർഗം അറിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്ന് പഠിച്ചു വെക്ക്. എന്താണെന്നറിയോ? ഉമ്മയുടെ കാൽപാദം പിന്തുടർന്ന് നടന്നാൽ കുട്ടികൾ എത്തിപ്പെടേണ്ടത് സ്വർഗലോകത്ത്. ഉമ്മാന്റെ കാലിലോട്ട് കൂടെ ഇങ്ങനെ കുട്ടികളാ കാൽപാദം പിന്തുടർന്ന് ഉമ്മയെ റോൾ മോഡലാക്കി നടക്കുമ്പോ എത്തിപ്പെടേണ്ടത് സ്വർഗലോകമാണ്. ബാപ്പയെ റോൾ മോഡലാക്കുന്ന കുട്ടി സ്വർഗത്തിന്റെ നടുവിലത്തെ വാതിലിലൂടെ സ്വർഗലോകത്തിൽ പ്രവേശിക്കണം. പറ്റുമോ? ബാപ്പാക്ക് സ്വർഗത്തിന്റെ വാതിലാകാൻ പറ്റുമോ? ഉമ്മാക്ക് സ്വർഗത്തിന്റെ റോൾ മോഡലാവാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ കുട്ടികൾ ഞാൻ പറഞ്ഞതിലെ 5%, 95-ലല്ല. ഇന്ന് 95-ലായതെന്താ? ഉമ്മാനെ റോൾ മോഡലാക്കിയതാ. ഇപ്പൊ ഇങ്ങനെ മാറി കരുത്തുണ്ടാവും എല്ലാ ഉസ്താവന്മാരും ഞങ്ങളെ കുറ്റം പെടുത്തുന്നുണ്ട്. ഇയാളും വന്നപ്പോ ഞങ്ങളെ മേത്തേക്ക് തന്നെയാണ്. നേരത്തെ ഉസ്താവോട് ഓതി വെച്ചൊരു ഹദീസ് ഉണ്ട്. എന്താന്നറിയോ? കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി അൽ മർഅതു റായി. ആ പെണ്ണ് ഭരണാധികാരിയാണ്, ബാപ്പയല്ല. പെണ്ണാ ഭരണാധികാരി, അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി. ഇമ്മയാണ് കുട്ടികളെ നോക്കേണ്ടത്. ഉമർ റളിയല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കാണ്, ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോട്? 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 പറയ്. ഞങ്ങളോട് നമ്മൾ കച്ചറുണ്ടാക്കുമ്പോഴേ ല്ലേ കച്ചറുണ്ടാക്കുമ്പോ പെണ്ണുങ്ങളാര് പറയും നബി 3 സ്ഥാനം തന്നത് ഞങ്ങൾക്കാണ്. അത് പൗറ് നടിക്കാനുള്ളതല്ല, അതിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ളതാ. ഭർത്താവും ഭാര്യയും തമ്മിൽ സൗന്ദര്യപ്പടക്കം ഉണ്ടാവുമ്പോ നിങ്ങൾ പറയും പോലൊന്നല്ല ഞങ്ങൾക്ക് 3 നബി സ്ഥാനം തന്നിക്കണ ഭർത്താവിനോട് അഹങ്കരിക്കാനുള്ളതല്ല. അത് നിങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ളതാ. 3 സ്ഥാനം നിങ്ങൾക്ക് തന്നത്. അവിടെ പറഞ്ഞു 3 സ്ഥാനം കിട്ടാനുള്ള കാരണം കുട്ടികളെ പ്രസവിക്കുന്നത് ഉമ്മയാണ്, കുട്ടികളെ മുലയൂട്ടി വളർത്തുന്നത് ഉമ്മയാണ്, അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കുന്നത് ഉമ്മയാണ്. പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാര് വളർത്തിയ കുട്ടികൾ ദുനിയാവിൽ വഴി പേച്ചിക്കണോ? പേച്ചിക്കണോ? ഞമ്മള് പറയും, ഞമ്മളിങ്ങനെ പറയും, ഉസ്താദെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കാലഘട്ടത്തെ കുട്ടികൾ അതിന് കിട്ടൂല. പറയില്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ മോശമായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് മോശമായ കാലഘട്ടം? വാർ, വയർ, വുമൺ, 3 വേണ്ടി മാത്രം ജീവിച്ചിരുന്ന, അധപ്പതിച്ചിരുന്ന സാഹിത്യകാരന്മാർ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച ഒരു കാലം അതിലപ്പുറഞ്ഞില്ല. 2 കബീലകൾ തമ്മിൽ യുദ്ധം ചെയ്യാണ്. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അറിയില്ല. എന്തിനാ നിങ്ങൾ തല്ലൂടുന്നത്? അറിയില്ല. നമ്മളെ അലോകക്കാർത്തികൾ തല്ലൂടും. എന്തിനാ? കദിസ്താത്ത മീൻവള്ളം നബിസ്താത്താന്റെ
അയലുമക്ക് ചിന്തിന്നും പറഞ്ഞു കണ്ട് എന്നാ അന്നത്തെ തൊള്ളത്തല്ലല്ല വാളെടുത്തിട്ട് യുദ്ധം ചെയ്യുകയാണ്. എത്ര കൊല്ലം പയക്കണ്ടെന്നറിയോ? 600 കൊല്ലം, 700 കൊല്ലം, 800 കൊല്ലം, 1000 വർഷം പഴക്കമുള്ള കുടിപ്പക. രണ്ട് അയൽവാസികൾ തമ്മിൽ യുദ്ധം ചെയ്യാ. എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പിതാക്കന്മാർ യുദ്ധം ചെയ്തിരുന്നു, ബാപ്പമാർ യുദ്ധം ചെയ്തിരുന്നു, വല്യാപ്പമാർ യുദ്ധം ചെയ്തിരുന്നു. വല്യാപ്പാന്റെ വല്യാപ്പ യുദ്ധം ചെയ്തീനി, അതിന്റെ വല്യാപ്പ യുദ്ധം ചെയ്തീനി. അതങ്ങനെ പോയി 500 കൊല്ലം പഴക്കം. 500 കൊല്ലം മുമ്പ് എന്താ കാരണം? ഓന്റെ ഒട്ടകം എന്റെ മുറ്റത്ത് കാലുത്തീനീൻ. മലപ്പുറത്താരെ ഭാഷയിൽ പറഞ്ഞ കതിസ്ഥാത്താന്റെ കോയി പാത്തുമാത്താന്റെ അയലുമക്ക് പാറീൻ. അതിനാണ് 700 കൊല്ലം യുദ്ധം ചെയ്യണത്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ജന്മം മക്കയിൽ സുബഹിയോടടുത്ത സമയത്തുണ്ടാവുകയാണ്. അഷ്റഫേ വറാ ത്വഹ റസൂലുള്ളാഹി. ഏതാ കാലം? ഏതാ കാലം? വാർ, വെയർ, വുമൺ, കണ്ണ്, കള്ള്, പെണ്ണ്, യുദ്ധം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ത്വഹ റസൂലുള്ളാഹി ജനിക്കുന്നത്. ജനിക്കുമ്പോ വാപ്പുണ്ടോ? ബാപ്പുണ്ടോ? ഇല്ല. ആരുണ്ടായത്? ഉമ്മ. 6-ാം വയസ്സിൽ അമ്മ മരിക്കണത്. 6-ാം വയസ്സിൽ ആ കാലഘട്ടത്തില് ആ കുട്ടിയെ വിളിച്ചിരുന്ന പേരെന്താ? നിങ്ങൾ പറയ്. അൽ അമീൻ. എന്താണ്? ഏത് കാലം? ഏത് കാലം? ഇതിനേക്കാൾ മോശമായ കാലം. നമ്മൾ ഇപ്പത്തെ മോശം പറയും അല്ലേ? ഇതിനേക്കാൾ മോശമായ കാലഘട്ടത്തിൽ ആ കുട്ടിയെ വിളിച്ചിരുന്നത് അൽ അമീൻ. 15-ാം വയസ്സിലോ പേര് മാറിയോ? പേര് മാറിയോ? ഇല്ലല്ലോ. 25-ാം വയസ്സിൽ പേര് മാറിയോ? 25 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഖദീജത്തുൽ കുബ്ര, ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി, ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന കച്ചവടക്കാരിയായ കുലീനയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട സാധനവുമായി കച്ചവടത്തിന് പോയപ്പോ സത്യസന്ധത തിരിച്ചറിഞ്ഞുകൊണ്ട് ഖദീജ ബിബി പ്രവാചകനെ പെണ്ണാലോചിച്ച് കല്യാണം ആലോചിച്ച് നബിന്റെ കുടുംബത്തിലേക്ക് അങ്ങട്ട് ചെല്ലുകയാണ്. അങ്ങട്ട് ചെല്ലുകയാണ്. അവിടെയാ പോയിന്റ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കുട്ടികള് 22-ാം വയസ്സിൽ ഗൾഫിൽ പോയി, 3 കൊല്ലം ഗൾഫിൽ നിന്ന് 25-ാം വയസ്സിൽ പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് 2 കൊല്ലം പെണ്ണെറിഞ്ഞാൽ കിട്ടുവോ? ഇമ്മാര് വളർത്തിയ കോലാണിതേ. ഇമ്മാര് വളർത്തിയ കോലം ആ 25-ാം വയസ്സിലും അല്ലമീൻ തന്നെയായിരുന്നു. ആരാണ് വളർത്തിയത്? ഉമ്മയാണ് വളർത്തിയത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അമ്മാന്റെ കാലിലോട്ടിലെ സ്വർഗം വളർത്തുന്നത് പോലെ വളർത്തിയാൽ 6 വയസ്സ് വരെ തർബിയത്ത് കൊടുത്താൽ മതി. 6 വയസ്സ് വരെ കൃത്യമായി വളർത്തിയാൽ മതി. അതിന്റെ ഉദാഹരണമാണ് 6 വയസ്സ് വരെ ഉമ്മ വളർത്തിയ കുട്ടി ലോകത്തിന്റെ നായകനായത്. അപ്പൊ നമ്മൾ ന്യായീകരിച്ചു, അത് നബിയല്ലേ? നബി 40-ാം വയസ്സിലാ. 6-ാം വയസ്സിൽ നബിയല്ല. 15-ാം വയസ്സിൽ നബി ആയിട്ടില്ല. 25-ാം വയസ്സിൽ നബി ആയിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ വളർത്തിയത്? ആരാ വളർത്തിയത്? നമ്മൾ പറയ്. ഉമ്മയല്ലേ? നമ്മൾ പാട്ട് പാടലുണ്ടല്ലോ, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ 3-ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കും. 3-ാം ക്ലാസ്സിലെ പാടല് അല്ലേ? 3-ാം ക്ലാസ്സിലെ കുട്ടിനെ വിളിച്ചിട്ട് ചോദിക്കുക, മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒരു അക്രമി സംഘത്തെ, കൊള്ള സംഘത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ? അവരോട് സത്യം മാത്രം പറഞ്ഞു. സത്യം മാത്രം പറഞ്ഞു. എന്തേ മുഹ്യിദ്ദീൻ ശൈഖ് സത്യം പറയണ്ടായ കാരണം? അപ്പൊ ആ കുട്ടി, 3-ാം ക്ലാസ്സിലെ കുട്ടി പറയും, ഉമ്മ പറഞ്ഞിക്കണ് ഏത് ഘട്ടത്തിലും സത്യം മാത്രമേ പറയാവൂ. നമ്മളെ കുട്ടികൾ ജനിക്കണതേ ഒക്കെ സത്യത്തിന്റെ മേല. സത്യം മാത്രമേ കുട്ടികൾ പറയും ചെയ്യുള്ളൂ. പിന്നെ അവരെ വിവിധ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് ഉമ്മയും ബാപ്പിയ. പിന്നെ അവരെ വിവിധ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത് ഉമ്മയും ബാപ്പയും. സത്യം മാത്രം പറയുന്ന കുട്ടിയെ നുണ പറയാൻ പഠിപ്പിച്ചതാരാ?
ആരാ? കുട്ടിയോട് സത്യം മാത്രം പറയണമെന്ന് മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മ ഉപദേശിച്ചു. ആ ഉപദേശം കുട്ടി കൈക്കൊണ്ടപ്പോഴാണ് ലോകത്തിന്റെ കുത്തുബായി വന്നത്, ഔലിയാക്കന്മാരുടെ കുത്തുബായി വന്നത്. നമ്മളോ സത്യം പറയുന്ന കുട്ടിനെ നുണ പറയാൻ പഠിപ്പിക്കും. എങ്ങനെയെന്നല്ലേ? ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ കുട്ടികളെ വിളിച്ചിട്ടേ നിങ്ങൾ ചോദിച്ചു നോക്കാണ്, കുട്ടികൾ സത്യം പറയുള്ളൂ. പെരന്റെ മുറ്റത്ത് ഒരു കുട്ടി ഇങ്ങനെ കളിച്ചിരിക്കുമ്പോ ആ കുട്ടിയോട് ഞാൻ പോയി ചോദിക്കാം, മോനെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചാൽ കുട്ടി എന്താ പറയാ? ഉമ്മ ഒത്തുണ്ട് അല്ലേ? ബാപ്പ എവിടെ? ബാപ്പ പണിക്കൊയ്ക്കണ്. ഒരു ഞായറാഴ്ച കുട്ടി മദ്രസക്ക് വന്നില്ല. തിങ്കളാഴ്ച രാവിലെ 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഉസ്താദില്ല ഇവിടെ? 1ാം ക്ലാസ്സിലെ ഉസ്താദ് കുട്ടിനെ വിളിച്ചിട്ട് തിങ്കളാഴ്ച ചോദിക്കുക, എന്തേ മോളെ ഇന്നലെ വരാഞ്ഞത്? അത് ഉസ്താദേ, ഇന്നലെ ഞങ്ങളെ കുടുംബക്കാരെ അമ്മായികളും കുട്ടികളൊക്കെ പാടെ വന്നീനി, ഞങ്ങളൊക്കെ പാടെ കോഴിക്കോട്ടേക്ക് ബീച്ച് കാണാൻ പോയതാണ്. പറയില്ല ഉസ്താദേ? എന്നാ ഞാൻ കുട്ടിന്റെ ഡയറി ഒന്ന് എടുത്തു നോക്കൊണ്ടിട്ടോ. ഡയറിയിൽ ലീവ് ലെറ്റർ എഴുതി കൊണ്ടുവരാൻ പറയുന്നുണ്ട് നിങ്ങള്? കുട്ടിനോട് ചോദിക്ക, ഞായറാഴ്ച എന്തേ വരാഞ്ഞത്? കുടുംബക്കാരൊക്കെ പാടെ വന്നപ്പോ കോഴിക്കോട്ടേക്ക് ബീച്ച് കാണാൻ പോയിനി. അത് കേട്ടിട്ട് ഡയറി എടുത്തു വെക്കുക. നല്ല സുന്ദരമായി ഇമ്മ എഴുതിയിട്ടുണ്ടാവും, പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിലെ ഉസ്താദിന് എന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സഹല എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നലെ ക്ലാസ്സിൽ വരാൻ സാധിച്ചില്ല, കാരണം തലവേദനയായിരുന്നു. ആരെപ്പാ കുട്ടിനെ അറിയാൻ പഠിപ്പിച്ച്? നിങ്ങൾ പറഞ്ഞോളി.